നിങ്ങൾ ആഗ്രഹിക്കും പോലെ ഡോക്ടറോ എഞ്ചിനീയറോ ആവാൻ മക്കളെ ഓക്സ്ഫോർഡിലേക്ക് പറഞ്ഞയച്ചോളി. കുട്ടികളുടെ വിജയത്തിൽ രക്ഷിതാക്കളുടെ ഒരേയൊരു വിശ്വാസം ഓക്സ്ഫോർഡ്. ഹലോ മക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ്. എടാ മക്കളെ, നാളെയാണ് നമ്മുടെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഹിന്ദി പരീക്ഷ. ഹിന്ദി മാത്രമല്ല, കൂടെ 8ന്റെ പണിയായിട്ട് സോഷ്യൽ സയൻസും ഉണ്ട്. അപ്പൊ മക്കള് നല്ല തിരക്കിലാണെന്നറിയാം. എന്ത് ചെയ്യാനാണ് മക്കളെ, ഇങ്ങനത്തെ വെളിയില്ലാത്തമാരെ ടൈം ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. മക്കൾ തൽക്കാലം സഹിക്കുക, കഷ്ടപ്പെട്ട് പഠിക്കുക, പഠിച്ചല്ലടാ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് ഹാഫ് ഇയർലി എക്സാം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ നമ്മുടെ സർക്കാർ ചെയ്യില്ലാന്ന് വിചാരിക്കുക. എന്തായാലും നമുക്ക് ഹാഫ് ഇയർലി എക്സാം ആകുമ്പോൾ സെറ്റ് ആക്കുക. തൽക്കാലം പറ്റാവുന്ന മാതിരി പഠിച്ചിട്ട് നാളത്തെ പരീക്ഷ എഴുതുക കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ നിങ്ങൾക്ക് ഒരു 5 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്മിണി ചെറിയ ഗ്രാമറുകളാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്കായിട്ട് തരാൻ പോണത്. വളരെ സിമ്പിൾ ആയിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നമുക്കായിട്ട് പഠിക്കല്ലേ. എന്നാ പിന്നെ മക്കളെ നമുക്ക് തുടങ്ങാം. മക്കളെ, ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഗ്രാമർ. ഇതിൽ ഏതെങ്കിലും ഒരു കണാപ്പൻ നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പൊ മക്കളെ, ഇതെന്താ സംഭവം എന്ന് ചിലർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ചിലര് ഇതെന്ത് തേങ്ങ വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടാവും. ഹബീബി, ഇത് സിമ്പിൾ ആണ്. അതായത് ഈ യഹ്, യെ, വഹ്, വേ ഇതൊക്കെ സർവനാമങ്ങളാണ്. സർവനാമം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മൾ പ്രൊനൗൺസ് എന്ന് പറയും അല്ലെ. അതായത് നമ്മുടെ ഐ, വി, യു, ഹി, ഷി, ഇറ്റ്, ദേ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷിലെ പ്രൊനൗൺസ് ഇല്ലേ. മലയാളത്തിലാണെങ്കിൽ ഞാൻ, പിന്നെ അതേപോലെ തന്നെ നീ, ഞങ്ങൾ, പിന്നെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളില്ലടാ. അതേപോലെ പേരിന് പകരം ഉപയോഗിക്കുന്ന ഹിന്ദിയിലെ മച്ചന്മാരാണ് ഈ വാക്കുകൾ. ഇതുകൂടാതെ മേം, തൂ, തും ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് കുറെ ചങ്ങന്മാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു കുറിപ്പായിരിക്കും നാളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരിക. അപ്പം ഈ സർവനാമങ്ങളും അതുപോലെ തന്നെ ചില പ്രത്യയങ്ങളുണ്ട്. കാ, കി, കെ, കോ എന്നൊക്കെ പറഞ്ഞാണ്ട് ചില സാധനങ്ങള് അതിലേതെങ്കിലും ഒന്ന് ചേരുമ്പോൾ പുതിയൊരു വാക്കുണ്ടാവും. വാക്കുകളാണ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് മൊത്തമായിട്ട് പഠിക്കണം. ഈ ഒരു സർവനാമത്തിന്റെയും പ്രത്യയങ്ങളുടെയും കാര്യങ്ങൾ മൊത്തമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ മക്കളെ, നമ്മുടെ ചാനലിന്റെ പ്ലേലിസ്റ്റിൽ ആ ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് മൊത്തമായിട്ട് പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഇവിടെ ഉടായിപ്പെട്ടിട്ട് ഇവിടെ പെട്ടെന്ന് പഠിപ്പിച്ചു തരാണ്. സോ നമുക്ക് നോക്കാം എങ്ങനെയാ ഇത് വരിക എന്നുള്ളത്. സോ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, യഹ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവനാമത്തോട് കായാണെങ്കിലും കീ ആണെങ്കിലും കെ ആണെങ്കിലും കോ ആണെങ്കിലും എന്ത് തേങ്ങ വരികയാണെങ്കിലും ഇസ് എന്ന സൗണ്ട് ആയിട്ട് മാറും. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പൊ യഹ് ഇസ്, യഹ് ഇസ് ഇത് ഓർത്ത് വെച്ചാൽ മതി. അതുപോലെ തന്നെ യെ എന്ന ശബ്ദത്തോട് സർവനാമത്തോട് എന്ത് ചേരുകയാണ്, ഏത് പ്രത്യയം ചേരുകയാണെങ്കിലും ഇന്നായിട്ട് മാറും. അതുപോലെ വഹിനോട് എന്ത് ചേരുകയാണെങ്കിലും ഉസ് ആയിട്ട് മാറും. വേനോട് എന്ത് ചേരുകയാണെങ്കിലും ഉന്നായിട്ട് മാറും. ഈ കോഡ് മക്കൾ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യഹ് പ്ലസ് ക. അപ്പൊ നമുക്കറിയാം യഹ് വന്നാൽ എന്തായാലും ഇസ് എന്നല്ലേ മാറുക. അപ്പൊ യഹ് പ്ലസ് ക എന്ന് പറഞ്ഞാൽ ഇസ്ക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരു സാധനം ഒന്ന് മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചോദ്യം വരും. ഒന്നെങ്കിൽ ഇസ്ക എന്നൊരു വാക്ക് തന്ന് ഇതിലെ സർവനാമം ഏതാന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ നോക്കണ്ടേ, ഇസ്സലട സ്റ്റാർട്ടിംഗ് വേർഡ്. ഇസ് ആണെങ്കിൽ ഉറപ്പിക്കാം അതിലെ സർവനാമം യഹ് ആണ്. ചിലപ്പോ ഇതുപോലെ തന്നെ ഇങ്ങനെ തരും കുറെ എണ്ണം. യഹ് പ്ലസ് ക ഇസ്ക, എ പ്ലസ് ക ഇസ്ക, വേ പ്ലസ് ക ഇസ്ക, പിന്നെ അതേപോലെ തന്നെ എന്താണ് വഹ് പ്ലസ് ക ഇസ്ക എന്നൊക്കെ തരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇസ്ക എന്ന് വരണമെങ്കിൽ അത് യഹാണ്. അതാണ് ആൻസർ. ഇനി അതല്ലെങ്കിൽ ചിലപ്പോൾ ഇതുപോലെ തരും, യഹ് പ്ലസ് ക എന്നിട്ട് ഡാഷ് എന്നിടും. ഓക്കെ, അതല്ല യഹ് പ്ലസ് ക എന്നിട്ടുണ്ട് ഒരു 4 ഓപ്ഷൻ തരും. ഇസ്ക, ഉസ്ക, ഉസ്, ഇസ്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഓപ്ഷൻ തരും. അതിലേതാണ് ശരിയെന്ന് ചോദിക്കും. അപ്പൊ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾ ഈ കോഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനിയിപ്പോ എ ആണെങ്കിൽ എക്സാമ്പിളിൽ പറയുകയാണെങ്കിൽ എ പ്ലസ് കി. ഓക്കെ, എ പ്ലസ് കി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, എ വന്നു കഴിഞ്ഞാൽ ഇന്നല്ലേ വരിക. അപ്പൊ നമ്മുടെ ആൻസർ ഇന്ന് വന്നു ഇല്ലേ. പിന്നെ കി അല്ലേ, അപ്പൊ ഇൻ കി. അപ്പൊ എ പ്ലസ് ക എന്താവും, ഇൻക. എ പ്ലസ് കെ എന്താവും, ഇൻ കെ. എ പ്ലസ് കോ എന്താവും, ഇൻകോ. എ പ്ലസ് മേം എന്താവും, ഇൻമേം. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് വരിക. ഇപ്പൊ യഹ് പ്ലസ് ക ഇസ്ക എന്ന് പറഞ്ഞു. അപ്പൊ യഹ് പ്ലസ് കി എന്തായിരിക്കും, ഇസ്കി. യഹ് പ്ലസ് എ എന്തായിരിക്കും, ഇസ്സെ. ഇത്രയുള്ള കാര്യം കേട്ടോ. ഇനി വഹ് ആണെങ്കിൽ ഇപ്പൊ വഹ് പ്ലസ് ക ഉസ്ക, വഹ് പ്ലസ് കി ഉസ്കി, വഹ് പ്ലസ് കെ ഉസ്കെ, വഹ് പ്ലസ് കോ ഉസ്കോ, വഹ് പ്ലസ് നെ ഉസ്നെ. ഇങ്ങനെ ഇങ്ങനെ പോകും. ഇനി വേ ആണെങ്കിൽ ഉൻ അല്ലെ. അപ്പൊ ഇങ്ങനെ വരിക, വേ പ്ലസ് ക ഉൻക, വേ പ്ലസ് കി ഉൻകി, വേ പ്ലസ് കെ ഉൻകെ. പഠിച്ചില്ല മക്കളെ? ഇപ്പൊ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടി. ഇത്ര സിമ്പിൾ ആണ്. അപ്പൊ നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മക്കൾക്ക് ഒരു 99% ഈ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പഠിക്കണം, മറക്കരുത്. ഓക്കെ, ഇനി നോക്കളെ, നമുക്ക് അടുത്തതായിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഇതാ. ഇതുപോലെ ഏതെങ്കിലും ഒരു ജോഡിയുള്ള ഒരു പദം തരും. എന്നിട്ട് ചോദിക്കും ഇസ്മീൻ വിശേഷൺ ശബ്ദ ചുൻകർ ലിഖിയെന്ന്. ഈ ഒരു വാക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടോ എന്ന് മാത്രം മക്കൾ നോക്കിയാൽ മതി. വിശേഷണം. വിശേഷണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നിറം കൊണ്ടോ ആകൃതി കൊണ്ടോ ഷേപ്പ് കൊണ്ടോ നമ്പർ കൊണ്ടോ എങ്ങനെയെങ്കിലൊക്കെ ഒരു നൗണിനെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്കുകൾ നമ്മൾ
വിശേഷണം തന്നെയാണ് മലയാളത്തിൽ പറയാ, ഇംഗ്ലീഷിലാണ് കോംപ്ലിമെന്റ് അഡ്ജക്റ്റീവ് എന്നൊക്കെ പറയല്ലേ. അപ്പൊ ആ സാധനങ്ങൾക്ക് നമ്മൾ പറയുന്ന പേരാണ് വിശേഷണം അല്ലെ. സോ ഇവിടെ നോക്കി, കജിരാരി ആംഖേൻ, നല്ല കൺമഷിയിട്ട അല്ലെങ്കിൽ നല്ല കറുത്ത നിറമുള്ള കണ്ണുകൾ എന്ന്. അപ്പൊ ഈ കണ്ണുകൾക്ക് കൊടുത്തൊരു വിശേഷണമാണ് വെറും കണ്ണല്ല, കജിരാരി ആംഖേൻ. അപ്പൊ ഇതിലെ വിശേഷണം ഏതാണ്? കജിരാരി. ഇനി അടുത്തെന്താ? ലടുക്കി, പെൺകുട്ടിയാണ്, വെറും പെൺകുട്ടിയല്ല, എങ്ങനെയുള്ള പെൺകുട്ടിയാ? സാവലി ലടുക്കി എന്നാ പറഞ്ഞത്, ഇരുണ്ട നിറമുള്ള അല്ലെങ്കിൽ ഡാർക്ക് കളറോട് കൂടിയിട്ടുള്ള പെൺകുട്ടി. അപ്പൊ സാവലി എന്നുള്ളത് ഈ പെൺകുട്ടി കൊടുത്ത വിശേഷണമാണ്. ഇനി അടുത്ത ക്യാപ്പ്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തൊപ്പി അല്ലെ, വെറും തൊപ്പിയല്ല, വൈറ്റ് ക്യാപ്പ്, വെളുത്ത നിറമുള്ള തൊപ്പി. അപ്പൊ വൈറ്റ് എന്നുള്ളത് ഇതിലെ വിശേഷണമാണ്. പിന്നെ പേട്, മരം, വെറും മരമല്ല, മരത്തിന് കൊടുത്ത വിശേഷണമാണ് ലെമ്പേ പേട്, ഉയരമുള്ള മരം അല്ലെ. അപ്പൊ ഇങ്ങനെ രണ്ട് വാക്ക് തന്നിട്ട് അതിലെ വിശേഷണം ചോദിച്ചാൽ സിമ്പിൾ ആണ്. അതിലെ വിശേഷണം എപ്പോഴും ഫസ്റ്റ് വേർഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെപ്പോഴും മനസ്സിലാക്കിക്കോളി, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, ഇനി മക്കളെ അടുത്തത് നിങ്ങൾക്ക് 3 മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാക്യ പിരമിഡ്. വാക്യ പിരമിഡ് എന്നുള്ള രീതിയിലൊന്നല്ല, ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ മാറിയിട്ടുണ്ട്. എന്തായാലും സംഭവം വാക്യ പിരമിഡ് തന്നെയാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ നിങ്ങൾക്ക് 3 ഡാഷ് ഇട്ട് തരും, മേലെ നിങ്ങൾക്ക് ഒരു വെർബോ എന്തെങ്കിലും ഒരു സാധനം തരും. എന്നിട്ട് ഈ 3 എണ്ണത്തിലേക്കും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോയിന്റ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ബ്രാക്കറ്റിലോ 3 വാക്കുകളും തരും. മക്കൾക്ക് ഇതിന് ഗ്രാമറുകളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകളായിരിക്കും. അതുകൊണ്ട് മക്കൾ എന്ത് ചെയ്താൽ മതി, ഈ എല്ലാം 4 വാക്കുകൾ ടോട്ടൽ ഉണ്ടാവില്ലേ, ഈ 4 വാക്കുകളുടെ മീനിങ് പഠിച്ചാൽ നമ്മുടെ പ്രശ്നം കഴിഞ്ഞു. ഏതെങ്കിലും വാക്കായിരിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം, ബേച്ച് തീഹെ എന്ന് പറഞ്ഞാൽ, ബേച്ചന എന്ന് പറഞ്ഞാൽ വിൽക്കുക എന്നല്ലടാ. അപ്പൊ ബേച്ച് തീഹെ എന്ന് പറഞ്ഞാൽ വിൽക്കുന്നു എന്നാണ് അർത്ഥം. ഇതിനടുത്ത് യുവതി എന്ന് പറഞ്ഞാൽ യുവതി എന്നെ, പെൺകുട്ടി. റെയിൽഗാഡി മേം എന്ന് പറഞ്ഞാൽ ട്രെയിനിൽ എന്നാണ് അർത്ഥം. പിന്നെ ഷാൾ എന്ന് പറഞ്ഞാൽ ഷാൾ, നമ്മുടെ ഷാൾ ഉണ്ടല്ലോ, നമുക്കറിയാം ഫസ്റ്റത്തെ ഗിഡ്കി എന്ന് പറഞ്ഞ ചാപ്റ്റർ അല്ലേ, ആ ചാപ്റ്ററിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പൊ നമുക്ക് 4 വാക്കുകളുടെയും അർത്ഥം കിട്ടിയില്ലേ. അപ്പൊ നമ്മൾ മനസ്സിൽ കാണാം എന്തായിരിക്കും, ഇതെല്ലാം ചേർത്ത് വെച്ചാൽ നമുക്കൊരു സെന്റൻസ് കിട്ടൂലേ. എന്താ? യുവതി ട്രെയിനിൽ ഷാൾ വിൽക്കുന്നു, ഇതല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കുക, യുവതി ട്രെയിനിൽ ഷാൾ വിൽക്കുന്നു അല്ലെ. അപ്പൊ നമുക്ക് എത്ര വേർഡ് ഉണ്ടാ? 1 വേർഡ്, 2 വേർഡ്, 3 വേർഡ്, 4 വേർഡ്, ഇങ്ങനെ 4 വേർഡ് അല്ലേ. ഇതിൽ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഈ വേർഡ് ഓൾറെഡി നമുക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടേ. അപ്പൊ നമുക്ക് ഇനി മനസ്സിലാക്കാം, ഇനിയിപ്പോ ഇതിലായാലും ഏതിലും വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് ലാസ്റ്റ് ആയിരിക്കും. മക്കൾ മനസ്സിലാക്കണ്ടേ, നമ്മൾ മലയാളം എങ്ങനെയാണോ പറയുന്നത് അതേ പാറ്റേൺ തന്നെയാണ് ഹിന്ദി. ഹിന്ദിക്ക് വേറെ മെത്തേഡ് ഒന്നുമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഹിന്ദിക്കാരൊക്കെ കേരളത്തിൽ വന്ന പെട്ടെന്ന് മലയാളം പഠിക്കുന്നതും നമ്മൾ മലയാളീസ് പെട്ടെന്ന് തന്നെ ഹിന്ദി പഠിക്കാനൊക്കെ ഉള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഗ്രാമർ, അതായത് ഹിന്ദി പറയുന്ന അതേ രീതിയിൽ തന്നെയാണ് മലയാളം പറയുന്നത്, തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നു എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം മേം സ്കൂൾ ജാത്താഹും എന്നാണ് പറയാ. അപ്പം മേം ഞാൻ, ഫസ്റ്റ് തന്നെ അത് വെച്ചു, രണ്ടാമത് സ്കൂൾ വെച്ചു, പിന്നെ പോകുന്നു എന്നുള്ള ജാത്താഹും എന്ന് വെച്ചു. അപ്പൊ നമ്മൾ എങ്ങനെയാണോ മലയാളത്തിൽ സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഹിന്ദിയിലും സംസാരിക്കുന്നത്. ഈ കോഡാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. സോ മക്കൾക്ക് ഇവിടെ നോക്കിയാ യുവതി ഫസ്റ്റ് അല്ലേ വരുന്നത്. അപ്പൊ നമ്മുടെ സെന്റൻസിൽ ലാസ്റ്റത്തെ സെന്റൻസിൽ യുവതി ഫസ്റ്റ് വരണം. രണ്ടാമത് ട്രെയിനിലല്ലേ വരുന്നത്, അപ്പൊ രണ്ടാമത് ട്രെയിൻ വരണം. മൂന്നാമത് ഷാൾ വരണം. അല്ലാതെ നമ്മൾ ഇങ്ങനെ പറയോ ട്രെയിനിൽ യുവതി ഷാൾ വിൽക്കുന്നു എന്ന്, അത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ വിൽക്കുന്നു എന്ന് പറഞ്ഞ ഈ ആക്ഷൻ ചെയ്യുന്നത് ആരാടാ? നമ്മുടെ യുവതിയാണ്. നമ്മൾ മലയാളത്തിലൊക്കെ പറയുമ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുന്നു, അല്ലാതെ സ്കൂളിലേക്ക് ഞാൻ പോകുന്നു എന്നല്ലല്ലോ പറയാ. എപ്പോഴും സബ്ജക്റ്റ്, ആക്ഷൻ ചെയ്യുന്ന ആൾ നമ്മൾ ഫസ്റ്റിലാണ് പറയുക. അതാണ് ഇന്ത്യൻ ലാംഗ്വേജുകളുടെ ഒരു പ്രത്യേകത അല്ലെ. അപ്പൊ നമ്മൾ ഈ വിൽക്കുന്നു എന്നുള്ള ജോലി യുവതി ചെയ്യുന്നതുകൊണ്ട് യുവതിയെ ഫസ്റ്റ് വരണം എന്നുള്ളൊരു കോഡ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. സോ നമുക്കിപ്പോ ഇതിൽ ഓരോ വാക്കുകൾ വെച്ച് നോക്കുക എന്നുള്ള നമ്മൾ ശരി, ഓരോ വാക്ക് വെക്കണം നമുക്ക് അർത്ഥം കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരിയാടാ. സോ അവിടെ നോക്കി ബേജ് തീഹെ വിൽക്കുന്നു, നമുക്കിവിടെ യുവതി ബേജ് തീഹെ എന്ന് എഴുതിയാൽ ഉത്തരം ശരിയല്ലേ, യുവതി വിൽക്കുന്നു. ഇനി അതുപോലെ റെയിൽഗാഡിയുമേയും ബേജ് തീഹെ എന്നാണ് വെക്കുന്നത് വിചാരിച്ചോ, അപ്പൊ എന്താ അർത്ഥം? തീവണ്ടിയിൽ വിൽക്കുന്നു. പിന്നെ അതല്ലെങ്കിൽ ഷാൾ ബേജ് തീഹെ എന്ന് വിചാരിച്ചോ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഷാൾ വിൽക്കുന്നു. 3-ൽ ഏത് വെച്ചാലും ശരിയല്ലേ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല എന്താണ്, ഒന്നുകൂടി നല്ലത് യുവതി ബേജ്, ഏത് വെച്ചാലും അർത്ഥം കിട്ടിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ, പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് യുവതി ബേജ് തീഹെ. ഓക്കെ, ബേജ് തീഹെ. അപ്പൊ നമുക്ക് 1 മാർക്കിനുള്ള ഉപ്പായില്ലേ. അപ്പൊ 2 വാക്കായി അല്ലെ. ഇനി അടുത്തേലും 3 വാക്ക് വേണ്ട, ഒരു വാക്ക് പോലും മിസ്സാക്കരുത്, ഇതിലേക്ക് എക്സ്ട്രാ വേറൊരു വാക്കും കൂട്ടി ചേർക്കരുത്. അപ്പൊ 1 വരി കിട്ടി, നമുക്ക് 1 മാർക്ക് കിട്ടി. ഇനി അടുത്തയിലേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രെയിനിൽ എന്നുള്ള വാക്കല്ലേ നമുക്ക് അടുത്ത് നല്ലത്. അപ്പൊ എങ്ങനെ പറയാ? യുവതി, ഇവിടെ ട്രെയിൻ രണ്ടാമത് യുവതി കഴിഞ്ഞിട്ടല്ലേ. അപ്പൊ നമുക്കറിയാം ഇവിടെ ഏതാ വാക്ക്? റെയിൽഗാഡി മേം. അപ്പൊ റെയിൽഗാഡി മേം, റെയിൽഗാഡി മേം വിൽക്കുന്നു. ബേജ്തി ഹെ, ബേജ്തി ഹെ എല്ലാത്തിനും ലാസ്റ്റ് ഇല്ലടാ, അപ്പൊ ലാസ്റ്റ് വെക്കുക.
ബേജത്തി ഹെ. ഇങ്ങനെ അർത്ഥം കിട്ടിയാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് കഴിയും. അപ്പൊ അർത്ഥമാണ് മക്കൾ പഠിക്കേണ്ടത്, വേറെ ഗ്രാമർ ഒന്നും ഇതിനില്ല കേട്ടോ. അപ്പൊ 3 ഇപ്പൊ നമ്മൾ ഏതൊക്കെ എഴുതി? ഇതെഴുതി, ഇതെഴുതി. ഇനി ഇത് മാത്രമേ ഉള്ളൂ. ഇത് എവിടെ വരും? ഇവിടെ നോക്കി, എവിടെയാ വന്നത്? ട്രെയിനിന്റെയും വിൽക്കുന്നതിന്റെയും ഇടയിലല്ലേ ഷാള് വന്നത്. അപ്പൊ എങ്ങനെ പറയാ? യുവതി റെയിൽഗാഡി മേ ഷാൾ ബേജത്തി. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് ബാക്കി പേരോട് നടക്കാം. നമുക്ക് മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരു ഒറ്റ എക്സാമ്പിളും കൂടി ഇതിൽ നമ്മളെ പരിപാടി നിർത്താം. സിമ്പിൾ ആണ്. നോക്ക്, പഹൻതാഹെ. പഹൻതാഹെ എന്ന് പറഞ്ഞാൽ ധരിക്കുന്നു എന്നാണ് അർത്ഥം, അല്ലെ? ധരിക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് 3 ഗ്യാപ്പ് വന്നു. അപ്പൊ 3 ഗ്യാപ്പില് 3 ഫില്ല് ചെയ്യാനുണ്ടാവൂലേ? ഒന്ന് ലടുക്ക, ആൺകുട്ടി, മറ്റൊന്ന് ചോട്ട, ചെറിയ, മറ്റൊന്ന് ക്യാപ്പ്, എന്താ, തൊപ്പി, അല്ലെ? സോ നമുക്ക് ഓരോന്നും വെച്ച് നോക്കാം. ഇവിടെ ആൺകുട്ടി ധരിക്കുന്നു പറഞ്ഞൂടെ? കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മൾ എഴുതാൻ പോവാണ് ലടുക്ക. ഏതാണ് കറക്റ്റ് അർത്ഥം കിട്ടുന്നത് അതന്നെ വെക്കണേ. ലടുക്ക പഹൻതാഹെ. ഓക്കെ, അപ്പൊ 1 മാർക്ക് കിട്ടി. ഇനി അടുത്ത് നമുക്ക് ചോട്ട എന്നുള്ള വാക്ക് വെച്ച് നോക്കാം. അപ്പൊ ചോട്ട ലടുക്ക പഹൻതാഹെ എന്ന് എഴുതിയ എന്താ അർത്ഥം? ചെറിയ കുട്ടി ധരിക്കുന്നു. ഇനി അതല്ല, ലടുക്ക ചോട്ട പഹൻതാഹെ, കുട്ടി ചെറിയ ധരിക്കുന്നു. അത് ശരിയാവോ? അത് ശരിയാവില്ല. ഇനി കേപ്പ് ലടുക്ക പഹൻതാഹെ, തൊപ്പി കുട്ടി ധരിക്കുന്നു. അങ്ങനെ പറയില്ലല്ലോ. ദെൻ ലടുക്ക ക്യാപ്പ് പഹൻതാഹെ, കുട്ടി ക്യാപ്പ് ധരിക്കുന്നു. അപ്പൊ നമുക്കിതിൽ ഒന്നുകിൽ ലടുക്ക ക്യാപ്പ് പഹൻതാഹെ എഴുതിയ അർത്ഥം കിട്ടുന്നുണ്ട്, അതല്ലെങ്കിൽ ചോട്ടാ ലടുക്ക പഹൻതാഹെ എന്ന് എഴുതിയാലും അർത്ഥം കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇഷ്ടം ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാം. അപ്പൊ നമ്മൾ തൽക്കാലം ഇത് എഴുതിയെന്ന് വിചാരിച്ചോ. ലടുക്ക ക്യാപ്പ് പഹൻതാഹെ. അർത്ഥമില്ലേ? അർത്ഥം നോക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിലെ മാറ്റർ. നമ്മൾ എവിടെ വെച്ചാലും നല്ല ഭംഗിയിലുള്ള സെന്റൻസ് കിട്ടണം. അപ്പൊ കുട്ടി ക്യാപ്പ് ധരിക്കുന്നു. ഇനി നമ്മൾ ഇപ്പൊ ഏതൊക്കെ കഴിഞ്ഞു? ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇനി ഏത് മാത്രം ബാക്കിയുള്ളത്? ചോട്ട മാത്രമല്ലേ ബാക്കിയുള്ളത്. ഈ ചോട്ട എവിടെ കൊണ്ടുപോയി വെക്കുന്നതാണ് നമ്മൾ അടുത്ത് നോക്കണ്ടേ. അപ്പൊ നമ്മൾ ഫസ്റ്റ് വെച്ച് നോക്കിയാൽ എന്താ അർത്ഥം വരിക? ചോട്ട ലടുക്ക ക്യാപ്പ് പഹൻതാഹെ, അതായത് ചെറിയ കുട്ടി തൊപ്പി ധരിക്കുന്നു. വലിയ കുഴപ്പമില്ലല്ലോ. ഇല്ല. നമ്മൾ ഇതിന്റെ ഇടയിൽ വെച്ച് വെച്ചോ, ലടുക്ക ചോട്ട കേപ്പ് പഹൻതാഹെ, കുട്ടി ചെറിയ തൊപ്പി ധരിക്കുന്നു. അത് അർത്ഥമൊക്കെ ഓക്കെയാണ്, പക്ഷെ കുട്ടി ചെറിയ തൊപ്പി ധരിക്കുന്നു. അതിനേക്കാളും ഭംഗി എന്താ? ചെറിയ കുട്ടി തൊപ്പി ധരിക്കുന്നു എന്നല്ലേ. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയ സ്ഥലത്ത് വെച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് മാർക്ക് കിട്ടുക. അപ്പൊ നമ്മുടെ ആൻസർ ഒരിക്കലും കുട്ടി ക്യാപ്പ് ചെറിയ ധരിക്കുന്നു എന്ന് ഒരിക്കലും അറിയില്ല, അല്ലെ? അപ്പൊ നമ്മൾ ഒന്നുകിൽ ഇവിടെ വെക്കണം, അല്ല ഇവിടെ വെക്കണം. നമുക്ക് ഏറ്റവും നല്ല അർത്ഥം കിട്ടപ്പോഴാ ചെറിയ കുട്ടി തൊപ്പി ധരിക്കുന്നു എന്നല്ലേ. അപ്പൊ ചോട്ട ലടുക്ക ക്യാപ്പ് പഹൻതാഹെ. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെ എഴുതുന്ന പരിപാടിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഈ ക്വസ്റ്റ്യൻ മക്കൾക്ക് ചിലപ്പോൾ ഒരു 16ാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ 16 എന്ന് പറഞ്ഞാണ്ട് ഇതേമാതിരി ഫില്ല് ചെയ്യാൻ വേണ്ടി തരും. അതല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 16 എന്ന് തന്നുകാണ്ട് ഒരു ഡാഷ് ഇടും, പിന്നെ 17 എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇടും, പിന്നെ 18 എന്ന് പറഞ്ഞിട്ട് ഡാഷ് ഇടും. അപ്പൊ മക്കൾ എന്താ ചെയ്യേണ്ടി വെച്ചാൽ ആദ്യത്തെ സെന്റൻസ് 16 ആൻസർ ആയിട്ട് ചെയ്താ, പിന്നെ രണ്ടാമത്തെ 17 ആൻസർ ആയിട്ട് ചെയ്താ, മൂന്നാമത്തെ 18. ഞാനൊരു അസംഷൻ പറഞ്ഞാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ നമ്പർ വെച്ചിട്ട് വേണം മക്കൾ എഴുതാൻ. അപ്പൊ എങ്ങനെയായാലും ഇങ്ങനെ ഒരു ചോദ്യം 3 മാർക്കിന് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പൊ മക്കൾ നന്നായിട്ട് എഴുതുക. പിന്നെ ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. ആ ഫീൽഡിലേക്ക് നമുക്ക് പൊളിക്കാനുള്ളതാണ് മക്കളെ. ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാൻ പോണ ഗ്രാമർ ക്വസ്റ്റ്യൻസ്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ എല്ലാവർക്കും